الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي يا أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ, ഈ ലോകത്ത് നിയന്ത്രിക്കുന്നവനും ഈ ലോകത്തിന്റെ പരിപാലകനും നമ്മളെ എല്ലാം നാളെ വിചാരണയ്ക്ക് വിധേയമാക്കുന്നവനുമായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് ആദ്യമേ എന്നോടും തുടർന്ന് നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മുടെ ഉമ്മ മരിച്ചാൽ, ഉപ്പ മരിച്ചാൽ, അവർക്ക് എത്ര വയസ്സായാലും എത്ര കട്ടിലിൽ കിടന്നിട്ടാണെങ്കിലും അവര് പോയി കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ഒരു ശൂന്യതയുണ്ട്. ഒരു മറ്റ് ദുർബലരാണെങ്കിലും ഒന്ന് ഉപകരിക്കാൻ പറ്റുന്നവരല്ലെങ്കിലും ആ ഒരു അഭാവം നമ്മളിൽ വരുത്തുന്ന പ്രയാസം എത്രമേൽ വലുതായിരിക്കും. നമുക്ക് സംരക്ഷണവും താങ്ങും തരാൻ ഒരാളുണ്ടെന്ന ബോധം അത് നഷ്ടപ്പെടുത്തുന്ന ആ ഒരു ബോധം നമുക്ക് നൽകുന്ന ധൈര്യം വളരെ വലുതായിരിക്കും. സാമ്പത്തിക പ്രയാസം വരുമ്പോൾ നമ്മെ സഹായിക്കാൻ ഒരാളുണ്ട് എന്ന് പറഞ്ഞാൽ എന്ത് ആശ്വാസമായിരിക്കും. രോഗിയാകുമ്പോൾ ഒറ്റക്കാവുമോ എന്ന ആശങ്ക എത്ര പേരിൽ നിലനിൽക്കുന്നുണ്ട്. ആ ആശങ്കയില്ലാത്തൊരവസ്ഥയുണ്ടാകുമ്പോൾ എന്തൊരു സമാധാനമായിരിക്കും. ഒരു മുസ്ലിമിന് ജീവിതത്തിൽ അവനെ സഹായിക്കുവാനും അവനെ സംരക്ഷിക്കുവാനും അല്ലാഹു ഉണ്ട് എന്ന ബോധം അവൻ എത്രമാത്രം സമാധാനം പ്രദാനം ചെയ്യും. അവൻ നിങ്ങളുടെ കൂടെയുണ്ട്. അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി കണ്ടറിയുന്നവനാകുന്നു. ഭാവിയെ മുഴുവൻ അറിയുന്നവൻ. എന്താണ് നമുക്ക് വരാനിരിക്കുന്ന സൗഭാഗ്യമെന്നും ദൗർഭാഗ്യമെന്നും നിർണയിക്കാൻ അധികാരമുള്ളവൻ നമ്മുടെ കൂടെയുണ്ടെന്ന് പറഞ്ഞാൽ
എത്ര വലിയ ആശ്വാസമായിരിക്കും അത്. നമ്മൾ എവിടെയാണെങ്കിലും ആ സൃഷ്ടാവായ അല്ലാഹു അവൻ്റെ അറിവ് കൊണ്ടും സഹായം കൊണ്ടും നമ്മുടെ കൂടെയുണ്ട്. ഇങ്ങനെയുള്ള അല്ലാഹുവിൻ്റെ സംരക്ഷണം നമുക്ക് ലഭിച്ചാൽ എങ്ങനെയുണ്ടായിരിക്കും? സംരക്ഷണം ധാരാളം ലഭിച്ചിട്ടുണ്ട്. പ്രവാചകന്മാരുടെ ചരിത്രം അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. മഹാനായ യൂസുഫ് അലൈഹിസ്സലാമിന്റെ ചരിത്രം. ഏറ്റവും ഇഷ്ടമുള്ള ഒരു മകൻ നഷ്ടപ്പെടുകയും എന്താണ് സംഭവിച്ചതെന്ന് തിരിച്ചറിയാതിരിക്കുകയും ആ ഭൗതിക ശരീരം പോലും ഒന്ന് കാണുന്നില്ല. കാരണം എന്താണ് സംഭവിച്ചതെന്ന് അറിയുന്നില്ല. ചെന്നായെ പിടിച്ചുവെന്ന് കളവ് പറഞ്ഞവർ കളവാണ് പറയുന്നതെന്ന് ആ പ്രവാചകൻ യാക്കൂബ് അലൈഹിസ്സലാമക്ക് അറിയാം. കരഞ്ഞ് കണ്ണ് കലങ്ങി കണ്ണുവെളുത്ത് കണ്ണു കാണാതെ കാഴ്ച പരിമിതനായി ജീവിക്കുന്ന യാക്കൂബ് അലൈഹിസ്സലാമക്ക് നഷ്ടപ്പെടുന്നത് രണ്ടാമത്തെ മകൻ ബിന്യാമീനെയാണ്. ആ വാപ്പ എത്ര പ്രയാസപ്പെട്ടിട്ടുണ്ടായിരിക്കും. അദ്ദേഹം യാക്കൂബ് അലൈഹിസ്സലാം പറയുകയാണ്, ബിന്യാമീനെ കൊണ്ടുവന്നിട്ടില്ല അവർ. ആ സഹോദരന്മാരോട് പറയുന്നു, മുമ്പ് അവൻ എൻ്റെ സഹോദരനെ പറ്റി നിങ്ങളെ ഞാൻ വിശ്വസിച്ചതുപോലെ അല്ലാതെ അവനെ പറ്റി ഞാൻ നിങ്ങളെ വിശ്വസിക്കുമോ? ബിന്യാമീനിന്റെ കാര്യത്തിലും യൂസുഫിനെ സംഭവിച്ചു. അതെന്താ? അത് തന്നെയാണ് സംഭവിച്ചതെന്നാണ് ഞാൻ നിങ്ങളെ അത്രയേ വിശ്വസിക്കുന്നുള്ളൂ. എന്നാൽ അല്ലാഹു സംരക്ഷകനാണ്. ഏറ്റവും നല്ല സംരക്ഷകൻ, കാത്തുരക്ഷിക്കുന്നവൻ അല്ലാഹുവാണ്. അവൻ ഉത്തമനാണ്. കാരുണികരിൽ ഏറ്റവും കൂടുതൽ പരമകാരുണികനാണ് അല്ലാഹു എന്ന് പറഞ്ഞ് നബിയുല്ലാഹി യാക്കൂബ് അലൈഹിസ്സലാം ആശ്വാസം കൊള്ളുകയാണ്. അവിടെ തുറവിയുണ്ടായി. യൂസുഫ് അലൈഹിസ്സലാമിനെ കണ്ടു, ബിന്യാമീനെ കണ്ടു. ആ യൂസുഫ് അലൈഹിസ്സലാമയുടെ കൂടെ ജീവിക്കാനുള്ള സൗഭാഗ്യം യാക്കൂബ് അലൈഹിസ്സലാമക്കുണ്ടായി. ക്ഷമയുടെ ഫലമായി മൂസാ നബി അലൈഹിസ്സലാമും ഹാറൂൻ നബി അലൈഹിസ്സലാമും ഫിർഔനിലേക്ക് അടുത്തു പോകുമ്പോൾ വളരെയധികം ഭയപ്പെട്ടു, പേടിച്ചു. കൊലപ്പുള്ളിയായാണ് മൂസാ അലൈഹിസ്സലാമിനെ ഫിർഔൻ കാണുന്നത്. ഖാല റബ്ബനാ ഇന്നനാ നഖാഫു അൻ യഫ്റുത അലൈനാ ഔ അൻ യത്ഗാ. അവർ പറയുകയാണ്, ഞങ്ങളുടെ റബ്ബേ, അവൻ ഫിർഔൻ ഞങ്ങളുടെ മേൽ അവിവേകം പ്രവർത്തിക്കുകയോ അതിക്രമിക്കുകയോ ചെയ്തു കളയുമെന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു. ഫിർഔൻ ഞങ്ങൾ എന്തെങ്കിലും ചെയ്യോ എന്ന് ഭയപ്പെടുകയാണ്. അല്ലാഹു തആലയുടെ മറുപടി എന്താണ്? ഖാല ലാ തഖാഫാ ഇന്നനീ മഅകുമാ അസ്മഉ വ അറാ. പേടിക്കേണ്ട ആവശ്യമില്ല, നിശ്ചയമായി ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഞാൻ കേൾക്കുകയും കാണുകയും ചെയ്യും. അങ്ങനെ തന്നെയാണ് അല്ലാഹു തആല എൻ്റെ കൂടെയുള്ളത്, നിങ്ങളുടെ ഓരോരുത്തരുടെയും കൂടെയുള്ളത്. അങ്ങനെയുള്ള വിശ്വാസമുള്ളവന് സമാധാനമല്ലാതെ ശാന്തിയല്ലാതെ മറ്റൊന്നുണ്ടാവും. അത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പിന്നിൽ ഫിർഔൻ, മുന്നിൽ കടൽ, ഇനി എന്തു ചെയ്യും എന്ന് ആ മൂസ അലൈഹിസ്സലാമിന്റെ സംഘം ചോദിക്കുകയാണ്. ഖാല കല്ലാ ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ. അങ്ങനെ വേണ്ട, ഒരിക്കലുമില്ല. എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്, അവൻ എനിക്ക് വേണ്ടുന്ന മാർഗദർശനം നൽകിക്കൊള്ളും എന്ന് നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാം പറയുകയാണ്. എത്ര വലിയ ഉറപ്പോടുകൂടി, എത്ര വലിയ വിശ്വാസത്തോടുകൂടി, എത്ര വലിയ യഖീനോടുകൂടിയാണ് ഇവരിതൊക്കെ പറയുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. ആ യഖീനുള്ള വിശ്വാസമുണ്ടായോ നമ്മളും സമ്പൂർണമായ സമാധാനത്തിലേക്ക് മാറും. എങ്ങനെ ലഭിക്കും ഈ ഒരു സമാധാനം? എങ്ങനെ ലഭിക്കും? അല്ലാഹുവിന്റെ സംരക്ഷണം എങ്ങനെ ലഭിക്കും എന്നതിലേക്ക് 5 കാര്യങ്ങൾ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. 1, കലർപ്പില്ലാത്ത തൗഹീദ് വേണം. കലർപ്പില്ലാത്ത തൗഹീദ് വേണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പുതിയ ഒരു ഒട്ടകത്തെ കിട്ടി. പ്രവിശാലമായ മരുഭൂമിയിലെ ആ ഒട്ടകത്തിന്റെ പുറത്ത് കയറി ഒന്ന് യാത്ര ചെയ്യാൻ ആഗ്രഹിച്ചു.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര ചെയ്യുമ്പോഴൊക്കെ ആരെയെങ്കിലും ഒപ്പം കൂട്ടും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ ഒപ്പം കൂട്ടാനാണ് ആഗ്രഹിച്ചത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒട്ടകത്തിന്റെ പുറത്തിരുത്തി പറഞ്ഞു കൊടുത്തു, യാ ഗുലാം ഇന്നി ഉഅല്ലിമുക കലിമാത്ത്, ചില വാചകങ്ങൾ കുഞ്ഞേ നിനക്ക് പഠിപ്പിച്ചു തരാം. നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം, അല്ലാഹു നിന്നെ സംരക്ഷിക്കും. നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം. തജിദുഹു തുജാഹക, നിന്റെ മുമ്പിൽ അല്ലാഹുവിനെ നിനക്ക് കാണാൻ പറ്റും. വഇദാ സഅൽത, നീ ചോദിക്കുകയാണെങ്കിൽ ഫസ്അലില്ലാ, അല്ലാഹുവിനോട് ചോദിക്കണം. കാരണം അല്ലാഹുവിൽ നിന്നല്ലാതെ ഒരു സഹായവുമില്ല. എന്തനുഗ്രഹമുണ്ടോ അതിന്റെ മുഴുവൻ ഉടയവൻ അല്ലാഹുവാണ്. നീ സഹായം തേടുകയാണെങ്കിൽ അല്ലാഹുവിനോട് സഹായം തേടണം. ഇതാണ് മുസ്ലിം ഉറച്ച വിശ്വാസമായി കൊണ്ടു നടക്കേണ്ട തൗഹീദിന്റെ മർമ്മം. വഅലം അന്നൽ ഉമ്മത ലം ഇജ്തമഅത ലാ യൻഫഉക ബിശൈഇൻ ലം യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക. എഴുതി വെച്ചതല്ലാത്ത ഒരു ഉപകാരം നമുക്ക് ലഭിക്കുകയില്ല. എഴുതി വെച്ചതല്ലാത്ത ഒരു പ്രയാസം നമ്മുടെ ജീവിതത്തിലേക്ക് വരികയില്ല. അതുകൊണ്ട് അല്ലാഹുവിനെ മാത്രം ആരാധിച്ച്, അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ച്, അല്ലാഹുവിനോട് മാത്രം സഹായം തേടി മുന്നോട്ട് പോകുന്നുണ്ടോ അല്ലാഹു നമ്മളെ സംരക്ഷിക്കും. സഹായമായി അല്ലാഹുവിനെ നമ്മുടെ മുമ്പിൽ കാണാൻ സാധിക്കും. രണ്ടാമത്തെ കാര്യം തവക്കുലാണ്. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും അല്ലാഹുവിൽ മാത്രം സമർപ്പിക്കുക. രണ്ടുപേർ ഗുഹയിലായ സമയത്ത് ആ ഗുഹയിലുള്ള ഒരാൾ കൂടെയുള്ളവരോട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെയും നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും തൗർ ഗുഹയിലെ ചരിത്രം പറയുന്നുണ്ട് ഖുർആനിൽ. സൂറത്തു തൗബയിലെ 40-ാമത്തെ ആയത്തിൽ അവിടെ പേടിച്ചു വിറച്ചു നിൽക്കുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ലൗ അന്നഹദുകുന്ന തഹത ഖദമൈഹി ലാ ബുസറന, അവനൊന്ന് കാലിന്റെ ചുവട്ടിലേക്ക് നോക്കിയാൽ നബിയേ നമ്മൾ രണ്ടുപേരെയും കാണുമല്ലോ എന്ന് പറഞ്ഞ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മറുപടിയുണ്ട്, മാ ദുന്നുക യാ അബൂബക്കർ ബിഇസ്നൈനില്ലാഹി സാലിസഹുമാ, മൂന്നാമനായി അല്ലാഹു ഉള്ള രണ്ടുപേരെ പറ്റി അബൂബക്കറെ താങ്കൾ എന്താണ് വിചാരിക്കുന്നത്? സഹായിക്കാൻ അല്ലാഹു ഉണ്ടെന്ന ഒരു ലാ തഹ്സൻ, ദുഃഖിക്കേണ്ട, ഇന്നല്ലാഹ മഅന, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കിനെ അങ്ങനെയാണ് ഖുർആനിലൂടെ അല്ലാഹുവിന്റെ കലാമിലൂടെ പ്രസ്താവിച്ചത്. ഫഅൻസലല്ലാഹു സകീനതഹു അലൈഹി, അവരിൽ അല്ലാഹു സമാധാനമിറക്കി ആ വാക്കുമൂലം. വഅയ്യദഹു ബിജുനൂദിൻ ലം തറൗഹ, കാണാത്ത മലായികത്തിന്റെ ഒരു സൈന്യത്തെ അവർക്ക് നിയോഗിച്ചു കൊടുത്തു. വജഅല കലിമത്തല്ലദീന കഫറു സുഫല, ആ അവിശ്വാസികൾ പ്രവാചകനെ പിടിക്കുമെന്ന വാക്കിനെ താഴ്ത്തിക്കെട്ടാൻ വകലിമത്തുല്ലാഹി ഹിയൽ ഉലിയ, അല്ലാഹുവിന്റെ വാക്കിനെ ഉയർത്തിക്കാട്ടാൻ. വല്ലാഹു അസീസുൻ ഹകീം, ആ മഹാതത്വജ്ഞാനിയും മഹാപ്രതാപവാനുമാണ് അല്ലാഹു എന്ന് അറിയിച്ചു കൊടുക്കാൻ അതിനാണ് അങ്ങനെ ചെയ്തത്. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന. ആരെന്തു വിഷമം പറഞ്ഞാലും, ആരെന്തു ഭയം പറഞ്ഞാലും, ആരെന്തു പ്രയാസം പറഞ്ഞാലും നമ്മൾ പറയേണ്ട വാക്കാണ് ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന. മൂന്നാമത്തെ കാര്യം, തഖ്വയോടുകൂടി ജീവിക്കുന്നവർക്ക് സൗഭാഗ്യം ലഭിക്കും. ഇന്നല്ലാഹ മഅല്ലദീന തഖൂ വല്ലദീന ഹും മുഹ്സിനൂൻ, നിശ്ചയമായും അല്ലാഹു സൂക്ഷ്മത പാലിച്ചവരുടെ കൂടെയാകുന്നു. യാതൊരു കൂട്ടർ നിഷ്കളങ്കമായി സുഹൃതം പ്രവർത്തിക്കുന്നവരാണോ അവരോട് കൂടെയാകുന്നു. നിഷ്കളങ്കമായ പ്രവർത്തനം, തഖ്വയോടുകൂടിയുള്ള ജീവിതം, അതുണ്ടെങ്കിൽ രക്ഷപ്പെടും. ഖതാദ റഹ്മത്തുള്ളാഹി പറയുന്നു, മയ്യത്തഖില്ലാഹ്
യകുൻ മഅഹു, ആരല്ലാഹുവിനെ ഭയപ്പെടുന്നുവോ, സൂക്ഷ്മത പാലിക്കുന്നുവോ, ജാഗ്രത പാലിച്ച് ജീവിക്കുന്നുവോ, ഫഹുവ മഅഹു, അവരുടെ കൂടെ ആരുണ്ടായിരിക്കും? അല്ലാഹു ഉണ്ടായിരിക്കും. യകുനില്ലാഹു മഅഹു, ആരുടെ കൂടെയും ആരെങ്കിലും അല്ലാഹു ഉണ്ടെങ്കിൽ ഫമഅഹു ഫിഅത്തുൽ ലത്തി ലാ തുഗ്ലബ്, അവരൊരിക്കലും പരാജയപ്പെടുകയില്ല, പരാജയപ്പെടാത്ത രൂപത്തിലാകും. അവന്റെ കൂടെ പരാജയപ്പെടുത്താൻ കഴിയാത്ത ഒരു കൂട്ടമുണ്ടെന്ന് അവൻ വിചാരിക്കണമെന്നാണ് പറഞ്ഞത്. വഹാരിത്തുല്ലദീ ലാ യനാമു, ഉറക്കമില്ലാത്ത ഒരു കാവൽക്കാരനുണ്ടായാൽ, ഉറക്കമില്ലാത്ത ഒരു കാവൽക്കാരനുണ്ടായാൽ എന്ത് വലിയ സംരക്ഷണമാണ് അയാൾക്ക് ലഭിക്കുക. അല്ലാഹു കൂടെ ഉണ്ടാകുമെന്നർത്ഥം. വൽഖാദില്ലദീ ലാ യദില്ലു, തെറ്റിക്കപ്പെടാത്ത വഴികാട്ടി കൂടെ ഉണ്ടാകും. അല്ലാഹു കൂടെ എന്ന് വിചാരിച്ച് തഖ്വയോടുകൂടി ജീവിച്ചാൽ. നാലാമത്തെ കാര്യം, അല്ലാഹുവിനോട് സങ്കടങ്ങളും പ്രതിസന്ധികളും പറയുന്നവർക്ക് കൂട്ടായി അല്ലാഹു ഉണ്ടായിരിക്കും. അല്ലാഹുവിനോട് എടുത്തു പറയണം, ഞാൻ കടക്കാരനാണ് റബ്ബേ, എനിക്ക് ചില ദുസ്വഭാവമൊക്കെ ഉണ്ട് റബ്ബേ, ഞാൻ ഇങ്ങനെ പോയാൽ സ്വർഗത്തിലെത്തുമോ എന്നറിയില്ല റബ്ബേ, നരകക്കാരനായി മാറിയാൽ എനിക്കത്ര വലിയ ദൗർഭാഗ്യമായിരിക്കും എന്ന് അല്ലാഹുവിനോട് സങ്കടം പറയാൻ, എടുത്തു പറയാൻ സമയം കാണണം, മനസ്സു അനുവദിക്കണം, മനസ്സു വിശാലമാകണം. മഹാനായ യൂനുസ് അലൈഹിസ്സലാമിന്റെ ചരിത്രം വായിക്കുമ്പോൾ എങ്ങനെ പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെടാം അല്ലാഹുവിനോട് തേടിയെന്നത് കൃത്യമായി ചരിത്രത്തിലുണ്ട്. അവിടെ യൂനുസ് അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട്. ഫനാദാ ഫിദ്ദുലുമാതി അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ആ മത്സ്യത്തിന്റെ വയറ്റിലെ ആമാശയത്തിലെ ഇരുട്ടിലിരുന്ന് പ്രവാചകൻ യൂനുസ് അലൈഹിസ്സലാം പ്രാർത്ഥിച്ചത് എന്താ? ലാ ഇലാഹ ഇല്ലാ അൻത, അല്ലാഹുവേ നീയല്ലാതെ ആരാധനക്കർഹനമായി മറ്റാരുമില്ല. സുബ്ഹാനക, നീ വലിയ പരിശുദ്ധനാണ്, മഹാപരിശുദ്ധനാണ്. ഇന്നി കുൻതു മിനൽ ളാലിമീൻ, ഞാൻ അക്രമികളിൽപ്പെട്ടവനാണെന്ന് സമ്മതിക്കുന്നു എന്ന് പറയുന്നു. അവിടെ യൂനുസ് അലൈഹിസ്സലാമിനെ അല്ലാഹു തആല മത്സ്യത്തിന്റെ വായിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നു. രക്ഷപ്പെടാൻ ഒരിക്കലും സാധ്യതയില്ലാത്ത സ്ഥലമാണ് മത്സ്യത്തിന്റെ വയറ്. രക്ഷപ്പെടാൻ ഒരു സാധ്യതയും ഇല്ലാത്തതാണ് ഇബ്രാഹിം അലൈഹിസ്സലാമക്ക് വേണ്ടി ഒരുക്കിയ തീ. രക്ഷപ്പെടാൻ ഒരിക്കലും സാധ്യതയില്ലാത്ത സ്ഥലമാണ് മുന്നിൽ കടലും പിന്നിൽ ഫിർഔനിന്റെ സൈന്യവും നിന്ന മൂസാ അലൈഹിസ്സലാമയുടെ അവസ്ഥ. അത്രയും പ്രയാസപ്പെട്ട് കുടുങ്ങി, ഇനി പരാജയപ്പെട്ടു, ഇനി ജീവിതമില്ലെന്ന് വിചാരിക്കുന്നിടത്തു നിന്നും അല്ലാഹു തആല ഈ പ്രവാചകന്മാരെ ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, രക്ഷപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, അവിടെ അല്ലാഹുവിന്റെ സാന്നിധ്യമുണ്ടെങ്കിൽ തഖ്വയുണ്ടോ സുഹൃത്തുക്കളെ? തഖ്വയുണ്ടോ? നമ്മൾ രക്ഷപ്പെടും. വിശ്വാസിയുടെ ജീവിതം മൊത്തം പ്രാർത്ഥനകൾ കൊണ്ട് സമ്പന്നമാക്കണം, പ്രാർത്ഥനകൾ കൊണ്ട് സമ്പന്നമാക്കണം. എപ്പോഴൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റും? ഉണരുമ്പോഴുള്ള പ്രാർത്ഥന, സുബഹി നമസ്കാരം പ്രാർത്ഥനയാണ്. രാവിലെ അദ്കാർ സ്വബാഹ് ചെല്ലണം. വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ പ്രാർത്ഥിക്കണം. ഓരോരുത്തരെയും കാണുമ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. വാഹനത്തിൽ കയറുമ്പോൾ പ്രാർത്ഥിക്കണം. ഒരു സ്ഥലത്തിറങ്ങുമ്പോൾ അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ് എന്ന് പ്രാർത്ഥിക്കണം. എത്ര പ്രാർത്ഥനകൾ! 54ഓളം പ്രാർത്ഥനകൾ വേണമെങ്കിൽ എണ്ണി പറയാൻ പറ്റും. സാന്ദർഭികമായ പ്രാർത്ഥനകൾ. ഇന്നലത്തെ ഒരു ദിവസം മാത്രം ആലോചിച്ചു നോക്കുക. എത്ര സാന്ദർഭികമായ പ്രാർത്ഥനകളാണ് ജീവിതത്തിലേക്ക് കടന്നു വന്നത്. ഇല്ലെങ്കിൽ സമാധാനം ലഭിക്കില്ല, ഇല്ലെങ്കിൽ സ്വസ്ഥത ലഭിക്കില്ല. ആ പ്രാർത്ഥനകൾ മെനക്കെട്ടിരുന്ന് കാണാതെ പഠിച്ച് ബോധപൂർവം സമയത്ത് ചെല്ലുന്നവരാരോണോ അവർക്ക് സമ്പൂർണമായ സമാധാനം ഈ ലോകത്ത് നിന്ന് ലഭിക്കുമെന്ന് നമ്മൾ ആലോചിക്കണം. ഇങ്ങനെ പ്രാർത്ഥനകൾ ചൊല്ലി മുന്നോട്ട് പോകണം. ദിക്റുകൾ ജീവിതത്തിൽ ഉണ്ടാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ ഖാല ബിസ്മില്ലാഹി അല്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാ ഫഹുവ അസ്-സമീഉൽ അലീം എന്ന പ്രാർത്ഥന 3 പ്രാവശ്യം ഒരാൾ പ്രാർത്ഥിച്ചാൽ
അവന് വൈകുന്നേരം വരെ പരീക്ഷണങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ പറ്റും. അയാളെ സംരക്ഷിക്കും. വൈകുന്നേരം പ്രാർത്ഥിച്ചാൽ രാവിലെ വരെ അയാൾക്ക് ബുദ്ധിമുട്ട് ബാധിക്കുകയില്ലെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. എന്താ നാവ് കൊണ്ട് സത്യം മാത്രം പറയുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നമുക്ക് വിശ്വാസമില്ലേ? ഉണ്ടല്ലോ. എന്നിട്ടെന്തുകൊണ്ട് രാവിലെ ആ പ്രാർത്ഥന ചെല്ലുന്നില്ല? വൈകുന്നേരം ആ പ്രാർത്ഥനയിലേക്ക് നമ്മൾ എത്തപ്പെടുന്നില്ല? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നു ഒരാൾ, നബിയേ, എന്നെ തേള് കടിച്ചു, വലിയ വേദന അനുഭവിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി എന്താണ്? വൈകുന്നേരമാകുമ്പോൾ നീ ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ നിനക്ക് വേദന വരുമായിരുന്നില്ല. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ് ലം യദുറക ഇൻഷാ അല്ലാഹു തആല. നിനക്ക് തേളു കടിക്കുമായിരുന്നില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. രാത്രി കിടക്കുമ്പോൾ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന ആയത്തുൽ കുർസി നമ്മൾ പാരായണം ചെയ്താൽ ലൻ യസാലു അലൈക മിനല്ലാഹു ഹാഫിളൻ വലാ യഖറബന്നക ശൈത്താൻ ഹത്താ തുസ്ബിഹു. ഒരാളുടെ കൂടെ അല്ലാഹു തആല രാത്രി ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന ആ ആയത്തുൽ കുർസി, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന് തുടങ്ങുന്ന ആയത്തുൽ കുർസിയെ പാരായണം ചെയ്താൽ ഒരു മലക്കിനെ ഏർപ്പെടുത്തും. അയാളുടെ അടുത്തേക്ക് രാത്രി പിശാച് വരികയില്ല, രാവിലെ വരെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് രാത്രി കടക്കുമ്പോഴെങ്കിലും ആ ആയത്തുൽ കുർസി ഒന്ന് പാരായണം ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കുക. എല്ലാ നമസ്കാരത്തിന് ശേഷവും ആയത്തുൽ കുർസി പാരായണം ചെയ്യുന്നവന് സ്വർഗത്തിലെത്താൻ മരണമല്ലാതെ തടസ്സമില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഒരിടത്തിറങ്ങിയാൽ നമ്മൾ പറയേണ്ട പ്രാർത്ഥന അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ് എന്ന് പ്രാർത്ഥിച്ചാൽ അവിടെ നിന്നും തിരിച്ചു പോരുന്നതുവരെ അവന് ഒന്നും ബാധിക്കുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പിശാചിൽ നിന്നുള്ള സംരക്ഷണം, മലക്കിന്റെ കാവൽ, ഇതൊക്കെ ഈ പ്രാർത്ഥനയിലൂടെ ലഭിക്കുന്നതാണ്. ഇത് രണ്ടുമുണ്ടെങ്കിൽ സമ്പൂർണ്ണ സമാധാനത്തോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. സാന്ദർഭികമായ പ്രാർത്ഥനകൾ ചെല്ലാനും അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചതുപോലെ, തൃപ്തിപ്പെട്ടതുപോലെ, നമ്മളോട് കൽപ്പിച്ചതുപോലെ ജീവിക്കാനും അല്ലാഹു തആല നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടും തുടർന്ന് നിങ്ങളോട് ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റമളാനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ശഅബാൻ മാസത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഅബാനിനെ പറ്റി ഹദീസുകളിൽ നമ്മൾ വായിക്കുന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോമ്പെടുത്തിരുന്ന മാസം ശഅബാനായിരുന്നു എന്നാണ്. ഈ ഒരു മാസം തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയുമെങ്കിലും ആ അയ്യാമുൽ ബീദ് എന്ന് പറയുന്ന 13, 14, 15 ദിവസങ്ങളിലെങ്കിലും നോമ്പെടുക്കാൻ നമ്മൾ സൂക്ഷിക്കാൻ ശ്രദ്ധിക്കണം. സ്ത്രീകളോട് പറയാനുള്ളത്, കടം വീട്ടാനുള്ള നോമ്പുകൾ ബാക്കിയുണ്ടെങ്കിൽ ഈ ഒരു മാസത്തിൽ അവസാനത്തെ ചാൻസാണുള്ളത്. ആ നോമ്പുകൾ എന്തായാലും വീട്ടേണ്ടതാണ് ഈ റമളാനിന് മുമ്പ്. അതിന് പരിശ്രമിക്കണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ശഅബാൻ 15 അന്ന് ബറാഅത്ത് എന്ന പേരിൽ രാവാഘോഷിക്കുന്നവരുണ്ട്. അൽഫിയ നമസ്കാരമുണ്ട്. 100 റക്അത്ത് നമസ്കരിക്കുക. ഓരോ നമസ്കാരത്തിലും 10 സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുക. അതൊക്കെ തെറ്റാണ്. അത് ചെയ്താൽ ശിക്ഷയാണ് കിട്ടുക. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിൽ പങ്കു ചേർക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കാത്ത ഒരു കാര്യം പുണ്യമെന്ന നിലയിൽ ചെയ്താൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അവിശ്വസിക്കുന്നതിന് തുല്യമാണ്. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിലേക്ക് എത്താനുള്ള മുഴുവൻ നന്മകളും പഠിപ്പിക്കുകയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മുഴുവൻ
വഴികളും കാണിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. അല്ലയോ മാക്കമൈതുലകും ദീനുകും വഅതമതുലകും നിഅമതി വറദീതുലകുൽ ഇസ്ലാമ ദീന. ദീൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു നിറഞ്ഞ പാത്രം പോലെ നിൽക്കുകയാണ്. അതിൽ ഒരു തുള്ളി ബിദ്അത്തെത്തിയാൽ അതിൽ നിന്നൊരു സുന്നത്ത് പുറത്തു പോകുമെന്ന് നമ്മൾ വിചാരിക്കണം, നമ്മൾ ചിന്തിക്കണം. നോമ്പ് വർദ്ധിപ്പിക്കാനും ഇത്തരം ബിദ്അത്തുകളെ തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് വിട്ടുനിൽക്കാനും അത് ആഘോഷമാക്കി മാറ്റാതിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ജീവിതത്തിൽ തെളിമയാർന്ന അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ മാർഗത്തിലൂടെ മുന്നോട്ട് പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ തിരുകരങ്ങളിൽ നിന്ന് ഹൗലുൽ കൗസറിന്റെ ആ കോപ്പ വാങ്ങി കുടിക്കുന്ന സ്വാലിഹീങ്ങളിൽ അല്ലാഹു തആല നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു തആല പൊറുത്തു കൊടുക്കുമാറാകട്ടെ. അവരെ നമ്മളെയും അവരെ ജന്നാത്തുൽ ഫിർദൗസിൽ അലയിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. കടം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഹലാലായ മാർഗത്തിലൂടെ കടം വീട്ടാനുള്ള നല്ല തൗഫീഖിനെ അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒട്ടധികം ആളുകളുണ്ട്. അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് അർഹമായ പ്രതിഫലവും ശിഫാവും ആജിലും അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയവർ അവർ ഖബറിലാണ്, ഹിസാബ് കാത്തിരിക്കുകയാണ്. അല്ലാഹു തആല അവരുടെ ഖബർ വിശാലമാക്കി തീർക്കുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين. اللهم صل على محمد.